കുറുക്കൻ ചിമ്മിനിക്കൂടിലാണെങ്കിൽ മണൽ കംപ്ലീറ്റ് വാഴ പിച്ചി ഇട്ടിരിക്കുന്നു. സെറ്റാണോ? കിട്ടണം. പേപ്പാറ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് വേണം? മുണ്ടെടുത്ത് തറയിലിരിക്കുകയാണെങ്കിൽ പേപ്പർ വേണം. പേപ്പാറ എന്ന് കേൾക്കുമ്പോൾ തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാവരോ ചങ്ങാതിമാരെ ഉഷാറാണോ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങളെ? നമ്മൾ ഇന്ന് പഠിക്കുന്നത് PSC പരീക്ഷകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കേരള ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഏരിയയിൽ വരുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളാണ്. നോക്കൂ കൂട്ടുകാരെ, നല്ലൊരു ടോപ്പിക്കാണ് ഇത്. നമ്മൾ ഇതിന് തൊട്ടു മുമ്പ് ഒരു ക്ലാസ് ചെയ്തിരുന്നു. വന്യജീവി സങ്കേതങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് തന്നാൽ ബോറടിക്കും. അതുകൊണ്ടാണ് വരാൻ പോകുന്ന 10th ലെവൽ പരീക്ഷകൾ ഏതുമായിക്കോട്ടെ, +2 ലെവൽ, ഡിഗ്രി ലെവൽ, ആ എക്സാമിനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ പിറകിൽ കാണുന്ന എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. അപ്പൊ ഈ ഒരു ക്ലാസ് കാണാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും കാണുക. കരിമ്പുഴ വന്യജീവി സങ്കേതത്തെ കുറിച്ച് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. നോക്കൂ, ആ ഒരു കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലെ ആദിവാസി വിഭാഗമായ ചോല നായ്ക്കന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഈ ക്ലാസിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. എല്ലാവരും ആ ലിങ്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ കേരള ഭൂമിശാസ്ത്രത്തിൽ വന്യജീവി സങ്കേതത്തിന്റെ പാർട്ട് 1 കാണുക. നമുക്ക് ഇന്ന് പാർട്ട് 2 ആണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സെറ്റല്ലേ? അപ്പൊ നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ മാർക്ക് കിട്ടും. ഈ അടുത്ത കാലത്ത് PSC പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണ് കൂട്ടുകാരെ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആദ്യ പാർട്ട് കണ്ടവർക്ക് ഇത് കിട്ടും. മക്കളെ, നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും എല്ലാവരും ക്ലാസ് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി വായിച്ചില്ലേ? ഇനി ഞാൻ വായിക്കട്ടെ. നെല്ലിക്കാംപെട്ടി ഈ പറയുന്ന ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഇത് തെറ്റാണ്. നെല്ലിക്കാംപെട്ടി എന്ന് അറിയപ്പെടുന്നത് പെരിയാറാണ്. നമ്മൾ ആദ്യ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഇത് തെറ്റാണ്. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ആന. ശരിയാണ്. പരീക്ഷയ്ക്ക് നിങ്ങൾ ഇതുപോലെ തന്നെ പെട്ടെന്ന് ഇവിടുന്ന് ടിക്കും ശരിയൊക്കെ ഇട്ടു പോകട്ടോ. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണോ? അല്ല, അത് പറമ്പിക്കുളമാണ്. അപ്പൊ അത് തെറ്റാണ്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ശെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. അപ്പൊ ഇവിടെ 2 തെറ്റുകളാണ്. 1, 3 ആണ് തെറ്റ്. ഓപ്ഷൻ എ 1, 3 ഓക്കെ ആണല്ലോ. ആദ്യത്തേത് പെരിയാറാണെന്ന് പറഞ്ഞിരുന്നു. ഏറ്റവും വടക്കേറ്റത് ആറളമാണെന്ന് പറഞ്ഞിരുന്നു. ഏറ്റവും തെക്കേറ്റത് നെയ്യാറാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത്തരത്തിൽ നമ്മൾ ഇനി നോക്കുന്നത് മറ്റു ചില വന്യജീവി സങ്കേതങ്ങൾ. ആകെ 18 എണ്ണമാണ്. എല്ലാം നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കും. ചെന്തുരുണി എന്നൊക്കെ എഴുതാറുണ്ട്. ശെന്തുരുണി വന്യജീവി സങ്കേതം. വർഷം ആദ്യം തന്നെ പറയാം, 1984. 84 എന്ന് പറയുമ്പോൾ ചരിത്രം പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം, ഇന്ദിരാഗാന്ധി മരണപ്പെട്ട വർഷമാണ്. അത് പറയാൻ കാരണം, മാഡം ഇന്ദിരാഗാന്ധി മരണപ്പെട്ട വർഷം അവര് എന്ത് ചെയ്തിരുന്നു? കേരളത്തിൽ ഒരു വനത്തെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചു. എല്ലാവർക്കും അറിയാം ഏതാണത്? സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1984 ഇതേ 84 4 വന്യജീവി സങ്കേതങ്ങളാണ് കേരളത്തിൽ വന്നത്. ശെന്തുരുണി പഠിച്ചു വെക്കണം. ആറളം പഠിച്ചു വെക്കണം. ചിന്നാർ പഠിച്ചു വെക്കണം. ചിമ്മിനി ആറളം ശെന്തുരുണി. ചിമ്മിനി ആറളം ശെന്തുരുണി. 1984 4 കിട്ടിയല്ലോ. നോക്കൂ, കാസർഗോഡ് ജില്ല ഉൾപ്പെടെ വന്ന ഒരുപാട് സംഭവങ്ങൾ 84 നടന്നിട്ടുണ്ട്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇപ്പൊ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. 1984 ശെന്തുരുണി വന്യജീവി സങ്കേതം. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോയൊക്കെ കാണാം. ഒരു മരം, ഒരു സസ്യമാണ് അല്ലെ? ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. 18 എണ്ണം നമ്മൾ എടുത്തു നോക്കിയാൽ വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു. ഏതാണ്? ശെന്തുരുണി. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വന്യജീവി സങ്കേതമാണിത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതം ഏത്? ചോദിക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഫസ്റ്റ് തുമ്പികളുടെ കണക്കെടുപ്പ്. ഇവിടെ തുമ്പികൾ എന്ന് കേൾക്കുമ്പോൾ PSC പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമുക്കത് പറയാം. ഈ പറയുന്ന തുമ്പികളുമായി ബന്ധപ്പെട്ട് ശെന്തുരുണിയിൽപ്പെട്ട ഒരു സ്ഥലം. അപ്പൊ തുമ്പികളുടെ കണക്കെടുപ്പ് ആദ്യം നടന്ന വന്യജീവി സങ്കേതം നല്ല ഒരു മരത്തിന്റെ പേരല്ലേ? അപ്പൊ തുമ്പികൾ ഉണ്ടാവുമല്ലോ. ആലോചിച്ച് വെക്കുക കേട്ടോ. ആ മരത്തിന്റെ പേര് ശെന്തുരുണിയാണ്. അതിന്റെ ശാസ്ത്രീയ നാമം കൂടി നമുക്ക് പഠിച്ചു പോകാം. ബൈഹാർട്ട് ചെയ്യുക. ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. ഇഷ്ടപ്പെട്ട് പഠിച്ച എല്ലാവരും ശെന്തുരുണിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. ഇത് എവിടെയാണ്? കൊല്ലം. ശെന്തുരുണി എന്ന് കേൾക്കുമ്പോൾ കൊല്ലം ജില്ലയിലാണ്, പുനലൂർ താലൂക്കിലാണ് വരുന്നത്.
ഓരോ വന്യജീവി സങ്കേതങ്ങളുടെയും താലൂക്ക് ഓർത്ത് വെക്കണേ. മാനന്തവാടി, സുൽത്താൻ ബത്തേരി, വയനാട് പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ചിറ്റൂർ, പാലക്കാട് പറഞ്ഞത് ഈ പറയുന്ന അവിടെയാണ് പറമ്പിക്കുളം പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ പെരിയാർ വന്യജീവി സങ്കേതം ഓർമ്മയുള്ളവരൊന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ് ചോദിച്ചതല്ലേ. പെരിയാർ എന്ന് കേൾക്കുമ്പോൾ പേര് പോലെ തന്നെയാണ് അല്ലേ. പെരിയാർ വന്യജീവി സങ്കേതം ഏത് താലൂക്കിലാണെന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ പുനലൂർ താലൂക്കിൽ കൊല്ലം ജില്ലയിൽ ശെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ കുളത്തൂപ്പുഴ റിസർവ് വനം. കുളത്തൂപ്പുഴ PYQ ആണ്, പഠിക്കണം. ശെന്തുരുണി ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ്? കുളത്തൂപ്പുഴ റിസർവ് വനം. കുളത്തൂപ്പുഴ പുനലൂർ താലൂക്ക്, കൊല്ലം ജില്ല. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു. ആ മരത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. നോക്കൂ, ഇതാണ് പോയിന്റ്. ഞാൻ പറഞ്ഞു PSC എപ്പോഴും ചോദിക്കുന്ന പൂമ്പാറ്റകളെ കുറിച്ചുള്ള ഒരു പോയിന്റ് എന്താണ്? ബട്ടർഫ്ലൈ. നോക്കൂ, ഈ ഒരു ശെന്തുരുണി വന്യജീവി സങ്കേതത്തിനകത്ത് ഒരു മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമുണ്ട്. കൊല്ലംകാർക്കറിയാം. എന്താണത്? തെന്മല വിനോദസഞ്ചാര കേന്ദ്രമാണ് കേട്ടോ. അതിന്റെ ഫോട്ടോസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് കൊല്ലം ജില്ലയിലെ തെന്മല. തേനുള്ള ഒരു മലയുണ്ട് ആലോചിക്കാം. തേനുണ്ടെങ്കിൽ എന്ത് വരും? തേനുണ്ടെങ്കിൽ തേനീച്ചയല്ല, ഇവിടെ നിങ്ങൾ ആലോചിക്കുക ബട്ടർഫ്ലൈ. ആ തെന്മലയില് പ്രത്യേകത ഒരുപാട് തേനുകളുള്ള ഒരു നല്ല മലയാണ്. അതുകൊണ്ട് അവിടെ ഇങ്ങനെ സഫാരി പോകണം. ശ്രദ്ധിക്കണേ മക്കളെ, ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ഏതെന്ന് ചോദിക്കും. അതിന്റെ ഉത്തരം അറിയാം നിങ്ങൾക്ക് എന്നാണ് എന്റെ വിശ്വാസം, അല്ലെ? ബണ്ണാർഘട്ട. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ഏതാണ്? PSCയുടെ ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് എവിടെ വന്നു? ബണ്ണാർഘട്ടയിലാണ്. അത് ഏത് സംസ്ഥാനത്താണ് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. കേരളത്തിലല്ല, പേര് കണ്ടാൽ തന്നെ അറിയാലോ. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. അപ്പൊ ഈ ബണ്ണാർഘട്ട എന്ന് പറയുന്നത് ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ആണെങ്കിൽ ശ്രദ്ധിക്കണം, ഞാനിവിടെ റെഡ് കളറിൽ കൊടുത്തത് എന്തുകൊണ്ട് അറിയാ? എടുപ്പ് റെഡ് കളർ സഫാരി എന്ന് എടുത്തു കൊടുത്തു. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് അത് തെന്മലയിലാണ്. 2008 വരുന്നത്. പഠിച്ചോ? കൊല്ലം ജില്ലയിലെ ശെന്തുരുണി എന്ന് പറയുന്ന വന്യജീവി സങ്കേതം അത് കുളത്തൂപ്പുഴ ഈ റിസർവ് വനത്തിനകത്താണ്. അപ്പൊ അവിടെയാണ് തെന്മലയുള്ളത്. അതൊരു ഇക്കോ ടൂറിസം ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതി എവിടെ? സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം എവിടെ വന്നു? ഇക്കോ ടൂറിസം തെന്മല. അതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അവിടെ ബട്ടർഫ്ലൈ സഫാരി എന്ന് കേൾക്കുമ്പോൾ കേരളം ആലോചിക്കുക, അവിടെ തെന്മല ആലോചിക്കുക. എന്നാൽ ബട്ടർഫ്ലൈ പാർക്കോ അത് ബണ്ണാർഘട്ട ആലോചിക്കുക. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭമായ ഗരുഡശലഭവും എന്ന് വെച്ചാൽ സതേൺ ബേർഡ് വിങ്, അതിന്റെ പേരാണ് സതേൺ. അപ്പൊ ഗരുഡശലഭം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ചിത്രശലഭങ്ങളിൽ ഒന്നായ ഓറിയന്റൽ ഗ്രാസ് ജുവൽ എന്നിവയും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപാട് ബട്ടർഫ്ലൈ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ഏറ്റവും വലിയ ഇതെന്ന് കരുതപ്പെടുന്ന ഗരുഡശലഭം എവിടെയുണ്ട്? തെന്മലയുണ്ടെന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ ഓറിയന്റൽ ഗ്രാസ് ജുവൽ എന്നറിയപ്പെടുന്ന കുഞ്ഞു ചിത്രശലഭങ്ങളും ഇവിടെയുണ്ട്. നമുക്ക് 84 രണ്ടാമത്തെ വന്യജീവി സങ്കേതത്തിലേക്ക് പോകാം. ചിന്നാർ എന്ന് കേൾക്കുമ്പോൾ ഇടുക്കിയിലേക്ക് പോവുക. നമ്മൾ ഓൾറെഡി പെരിയാർ ഇടുക്കിയിലാണെന്ന് പഠിച്ചു. അവിടെ ഇടുക്കിയില് കുറച്ചൊരു ബോർഡറിൽ കിടക്കുന്ന, ബോർഡർ എന്ന് പറഞ്ഞാല് നമ്മൾ മനോഹരമായ ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലങ്ങൾ, നിങ്ങൾ മൂന്നാർ മേഖലയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അതിലൂടെ എങ്ങനെ പോയി കഴിഞ്ഞാൽ ചിന്നാറിലെത്താൻ പറ്റും. ചിന്നാർ കേൾക്കുമെന്നറിയാം. ചിന്നാർ എന്ന് കേൾക്കുമ്പോൾ അവിടെ മഴ അധികം പെയ്യാറില്ല. ചിന്ന മഴ എന്നാലോചിക്കുക. ഇവിടെ അവിടെ ഒരു പ്രദേശത്തിലെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് ആലോചിക്കുക, തമിഴ്നാടിന്റെ ബോർഡറാണിത്. അവിടെയാണ് കേരളത്തിലെ മഴ നിഴൽ പ്രദേശം. എന്ന് വെച്ചാൽ കേരളത്തിൽ ഏറ്റവും കുറവ് മഴ പെയ്യുന്ന സ്ഥലമാണ് ചിന്നാർ. ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ചാറുള്ളൂ. മഴച്ചാറ് എന്നൊക്കെ പറയില്ലേ, മഴച്ചാറിൽ അല്ലെ, കുറച്ച് ചെറുതായിട്ട്. അപ്പൊ ചിന്നാർ ഇവിടെ എന്താ പ്രത്യേകത? ഞാൻ വായിക്കാം, നിങ്ങൾ നോക്കൂ. കേരളത്തിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴ നിഴൽ പ്രദേശമാണ് ചിന്നാർ എന്ന് കേൾക്കുമ്പോൾ പാമ്പാർ, ഒരു ചിന്ന പാമ്പ് കേട്ടോ, ചിന്ന പാമ്പാലേക്ക് പാമ്പാർ, പമ്പയല്ലേ പാമ്പാർ. ഇടുക്കി ജില്ലയിൽ പാമ്പാർ എന്ന് പറയുന്ന കേരളത്തിൽ ആകെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ്. ഒന്ന് പാമ്പാർ, ഒന്ന് ഭവാനി, ഒന്ന് കബനി. ഭവാനി പാലക്കാട് ജില്ലയിലും കബനി വയനാട് ജില്ലയിലും പാമ്പാർ ഇടുക്കിയിലുമാണ്. കിഴക്കോട്ട് അല്ലെ, തമിഴ്നാട് ഭാഗത്തേക്ക് പോകുന്ന 3 നദികളാണ്. ഓക്കെ, അവിടെ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയുടെ പേര് കണ്ടോ, ഇതാണ് ഫോട്ടോ എന്ന് എനിക്കറിയില്ല, ഗൂഗിളിൽ നിന്ന് എടുത്താണ്. പാമ്പാർ പഠിക്കാം. ചിന്നാർ വന്യജീവി സങ്കേതത്തെ കുറിച്ച് PSC ചോദിക്കാറുണ്ട് മക്കളെ. വെള്ളക്കാട്ടുപോത്ത്. കേരളത്തിൽ കാട്ടുപോത്തുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? പറമ്പിക്കുളത്താണ് അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു ടൈഗർ റിസർവ് അല്ലെ.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ വെള്ള കാട്ടുപോത്തുകളുടെ സാന്നിധ്യമുണ്ട്, ശ്രദ്ധിക്കണേ. ഇതാ ഒരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് അവിടെയുള്ളതാണെന്ന് എനിക്കറിയില്ല. വെള്ള കാട്ടുപോത്ത് എവിടെയുണ്ട്? ചിന്നാർ, ഇടുക്കി ജില്ലയിൽ പാമ്പാർ നദി ഒഴുകുന്ന മഴനിഴൽ പ്രദേശം, ഏറ്റവും മഴ കുറവ് പെയ്യുന്ന ഒരു മേഖലയാണ് ചിന്നാർ മേഖല. ആലോചിക്കുക. അതുകൊണ്ട് അവിടെ വെള്ളം ഇല്ലാന്ന് നിങ്ങൾക്ക് തോന്നൂലേ? പക്ഷെ അവിടെ എന്തുണ്ട്? പാമ്പാർ നദിയുണ്ട്, കൂടാതെ ചാമ്പൽ മലയണ്ണാനുണ്ട്, മഗ്ഗർ മുതലകളുണ്ട്. കേട്ടോ, ഇതിന്റെയൊക്കെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിക്കണം. PYQ ആണ്. നിങ്ങൾ മുൻകാല ചോദ്യ പേപ്പർ എടുത്ത് നോക്കുക. മഗ്ഗർ മുതലകൾ, നക്ഷത്രാമ ചോദ്യം ചോദിക്കും. മഴനിഴൽ പ്രദേശമായ ചിന്നാറിൽ എന്തൊക്കെയുണ്ട്? നക്ഷത്രയാമയുണ്ട്, മഗ്ഗർ മുതലയുണ്ട്, ചാമ്പൽ മലയണ്ണാനുണ്ട്, വെള്ള കാട്ടുപോത്തുകളുണ്ട്. ചിന്നാർ എന്ന് കേൾക്കുമ്പോൾ വെള്ളം ഇല്ലെങ്കിലും അവിടെ എന്തുണ്ട്? ആമയുണ്ട് അല്ലെ? ആമ ഇങ്ങനെ നക്ഷത്രം നോക്കി നിൽക്കുക. വെള്ളമൊന്നുമില്ല, മഴ പെയ്യുന്നില്ല. മുതലുണ്ട്. മുതല ഒരു മഗ്ഗില് വെള്ളത്തിലാണ് മുതല കിടക്കുന്നതായിരിക്കും. മഗ്ഗില് വെള്ളം, മഴ പെയ്യാത്തതുകൊണ്ട് വെള്ളമൊന്നുമില്ല, മഗ്ഗിലെ വെള്ളം, മഗ്ഗർ മുതല അല്ലേ? നക്ഷത്രയാമ, ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഇതൊക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. നക്ഷത്ര ആമയുടെ ശാസ്ത്രീയ നാമം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് പ്രൊണൗൺസ് ചെയ്യുക എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും നിങ്ങൾ പഠിക്കാൻ വേണ്ടി എളുപ്പത്തില് ജിയോക്ലിയോൺ എലഗൻസ് എന്ന് പഠിച്ചു കേട്ടോ. ജിയോ മച്ചാൻ എന്നല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ നക്ഷത്രയാമ എന്ന് കേൾക്കുമ്പോൾ ജിയോ, ഈ ഭൂമി, ജിയോയിഡ് എന്നൊക്കെ പറയല്ലേ? അപ്പൊ ജിയോ എന്ന് കേൾക്കുമ്പോൾ നക്ഷത്രം. അതുപോലെ തന്നെ ചാമ്പൽ മലയണ്ണാൻ, റാറ്റുഫ മക്രൗറ, എന്താ പേര് അല്ലെ? നമ്മുടെ ചാമ്പൽ മലയണ്ണാന് പോലും ഓർമ്മയില്ല ഇതിന്റെ പേര് ഇങ്ങനെയാണ്, റാറ്റുഫ മക്രൗറയാണ് ചാമ്പൽ മലയണ്ണാൻ. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പഠിക്കണം, ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ചാമ്പൽ മലയണ്ണാൻ, റാറ്റുഫ മക്രൗറ. നക്ഷത്രയാമയുടെ ശാസ്ത്രീയ നാമം ജിയോക്ലിയോൺ എലഗൻസ്. പ്രൊനൗൺസ് ചെയ്യാൻ എനിക്കറിയില്ല, നിങ്ങൾ നോക്കട്ടോ. ചിന്നാർ വന്യജീവി സങ്കേതം ഈ പറഞ്ഞ ഇടുക്കിയിലാണ്. അതിനോട് അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ഒരു ടൈഗർ റിസർവ് ഉണ്ട്, അത് ആനമലയാണ്. ചിഹ്നം വിളിക്കുക. ഈ തുമ്പിക്കൈ ഇങ്ങനെ എടുത്തിട്ട് ഒരു ചിഹ്നം വിളിച്ച നിങ്ങള് വെറുതെ ചുമ്മാ ആന ചിഹ്നം വിളിക്കാറില്ലേ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ചിന്നാർ എന്ന് കേൾക്കുമ്പോ ആനമലേ. മക്കളെ, മുതുമല തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. ആനമല അല്ലേ? അതുപോലെ തന്നെ നമ്മള് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള മുക്കുറുത്തി നാഷണൽ പാർക്ക്, ഇതൊക്കെ പഠിക്കാറുണ്ട്. അപ്പൊ മുക്കുറുത്തി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സൈലന്റ് വാലി വരണം. മുതുമല എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വയനാട് വരണം. ഇതൊക്കെ മാറിപ്പോകും. അതുകൊണ്ടാണ് ആനമല എന്ന് കേൾക്കുമ്പം അതങ്ങ് എവിടേക്ക് തെക്കോട്ട് കിടക്കുന്ന ഇടുക്കി മേഖലയിലുള്ള ഈ ചിന്നാറിലെ ആനമലേ. പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഇഷ്ടപ്പെട്ട് പഠിക്കണം. അപ്പൊ ആനമല എന്ന് പറയുന്ന ടൈഗർ റിസർവ് ചിന്നാർ വന്യജീവി സങ്കേതത്തിന്റെ ബോർഡറിൽ കിടക്കുന്നു കേട്ടോ. ഇതാ ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ സ്ക്രീനിൽ കാണാം. ആനമലയുണ്ട്, അവിടെ ഇരവികുളം കാണാൻ പറ്റും നമുക്ക് അല്ലെ? ഈ പറയുന്ന പ്രധാനപ്പെട്ട സ്പോട്ടുകളൊക്കെ ഉണ്ട് കേരളത്തിലെ. ഇപ്പൊ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി പഠിച്ചല്ലോ. ആന ചിഹ്നം വിളിക്കും. അവിടെ പാമ്പാറുണ്ട്. ഓക്കെ, മഴനിഴൽ പ്രദേശമാണ്. വെള്ളക്കാട്ടുപോത്തും ചാമ്പൽ മലയണ്ണാനും മഗ്ഗർ മുതലകളും നക്ഷത്രാമയും ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ 84-ലെ മൂന്നാമത്തെ വന്യജീവി സങ്കേതം ആറളത്തേക്ക് പോകാം. വർഷം 84 തന്നെയാണ്. വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഏറ്റവും വടക്കേ കണ്ണൂർ ജില്ലയിലാണ്. കാസർഗോഡ് വേറെ ഇല്ലാത്തതുകൊണ്ട് ഇതാണ്. കർണാടകയിലെ കൂർഗ് എന്ന് വിളിക്കുന്ന ആ മേഖലയുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതമാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വന്യജീവി സങ്കേതമാണ്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ ജില്ലയിലെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നിത്യഹരിത വനമായിട്ടുള്ള നമ്മുടെ ദേശീയോദ്യാനമായിട്ടുള്ള സൈലന്റ് വാലിയുടെ പേര് വെച്ച് ആറളത്തെ കണക്ട് ചെയ്യണം. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നു. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. ചിന്നാർ നമ്മൾ പഠിച്ചു, ഏത്? പാമ്പാർ, ചിന്ന പാമ്പ് അല്ലെ? അവിടെ ആനമലൈ, അതൊക്കെ കണക്ഷൻ വരണേ. അതുപോലെ ആറളം എന്ന് കേൾക്കുമ്പോൾ ചീങ്കണ്ണിപ്പുഴ, ആറിൽ അല്ലെ? പുഴയ്ക്ക് ആറെന്ന് പറയല്ലേ? ആറിൽ എന്തുണ്ട്? ചീങ്കണ്ണി ഉണ്ട്, മുതല. അപ്പൊ ആലോചിക്കുക, ചീങ്കണ്ണിപ്പുഴ, ആറ്, ആറളം, ചീങ്കണ്ണിപ്പുഴ, ആറളം, ചീങ്കണ്ണിപ്പുഴ. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം. ലേറ്റസ്റ്റ് ഒരു കറണ്ട് അഫയേഴ്സ് ഉണ്ട്, നോക്കൂ, ഇതാണത്. പുതിയ നാമം സ്വീകരിച്ച് ആറളം വന്യജീവി സങ്കേതം. നിങ്ങൾ ഒരു പക്ഷേ റാങ്ക് ഫയൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഈ പോയിന്റ് കിട്ടില്ല. എല്ലാവരും ശ്രദ്ധിക്കണം, ഷുവർ ആയിട്ട് ചോദിക്കും. പത്രക്കട്ടിംഗ് ആണ്. പുതിയ നാമം സ്വീകരിച്ച് ആറളം വന്യജീവി സങ്കേതം. വൈവിധ്യങ്ങളാൽ ചിത്രശലഭങ്ങളാൽ ശ്രദ്ധേയമായ ആറളം ഇനി മുതൽ ആറളം ചിത്രശലഭ സങ്കേതമായി അറിയപ്പെടും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ആറളം ചിത്രശലഭ സങ്കേതമായിട്ടാണ് അറിയപ്പെടുന്നത്. ആറളം വന്യജീവി സങ്കേതം ഇനി ഒരു പ്രത്യേക ഗസറ്റ് വിജ്ഞാപനം വഴി ഇതിന്റെ പേര് മാറ്റി. ആറളം ചിത്രശലഭ സങ്കേതം. ഇവിടെ നോക്കൂ, പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് കേരളത്തിൽ ആറളം. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന ചീങ്കണ്ണിപ്പുഴ ഒഴുകുന്ന ഇവിടെയുണ്ട്.
പുതുതായി കണ്ടെത്തിയ ചില ചിത്രശലഭങ്ങള്. സഹ്യാദ്രി തവിടൻ, നൽവരയൻ നീലി, വേറെ ഒരുപാടുണ്ട് പുതുതായിട്ട് വന്നത്. അപ്പൊ ഇത് രണ്ട് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക, PYQ ആണ്. ആറളം വന്യജീവി സങ്കേതത്തിൽ നിന്നും പുതുതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങളാണ് സഹ്യാദ്രി തവിടൻ, നൽവരയൻ നീലി. ഓക്കെ ആണോ? ഉറങ്ങോ? സെറ്റ് അല്ലേ? പഠിക്കാൻ പറ്റുന്നില്ലേ? ഉണ്ട്. നമുക്ക് നാലാമത്തെ വന്യജീവി സങ്കേതത്തിലേക്ക് പോയാലോ? ഇപ്പൊ ചിന്നാർ ഇടുക്കിയിലാണ്, ശെന്തുരുണി കൊല്ലത്താണ്, ആറളം കണ്ണൂരാണ്. നാലാമത്തത് തൃശ്ശൂരാണ്. 4 ജില്ലയിലായി, 84 കേട്ടോ. ചിമ്മിനി, ചിമ്മിനി, ചിന്ന ചിന്ന ചിമ്മിനി, ശെന്തുരുണി ആറളം അല്ലെ? ചിമ്മിനി, ചിന്ന ചിന്ന, അപ്പൊ ചിന്നാറ്, ചിമ്മിനി, ശെന്തുരുണി ആറളം. രസമാണേ. അപ്പൊ ചിമ്മിനി എന്ന് കേൾക്കുമ്പം 84. ഇഷ്ടപ്പെട്ട് പഠിക്കുക. തൃശ്ശൂരാണ്, മുകുന്ദപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി കുറുക്കൻ. നമ്മുടെ നാട്ടിൽ നിങ്ങൾ കാണാനുണ്ടോ? ഇപ്പം കുറുക്കൻ അപൂർവമല്ലേ കാണാറുള്ളൂ. എന്നാൽ ചിമ്മിനിക്കൂട്, ചിമ്മിനിക്കൂട് എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്. അടുക്കളയിൽ നമ്മളിങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ ഉയർത്തിയിട്ടില്ലേ, ആ പുക പോകാൻ വേണ്ടിയിട്ട് ചിമ്മിനിക്കൂട് എന്ന് പറയില്ലേ, ചിമ്മിനി. ഈ ചിമ്മിനിക്കൂടിൻ്റെ ഉള്ളിൽ ചില പക്ഷികളോ എന്തെങ്കിലും പൂച്ച അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് കയറി കിടക്കാൻ നിലയ്ക്കുക. ഒരു കുറുക്കൻ അതിനകത്തുണ്ട്. നോക്കൂ, ആറിൽ എന്തുണ്ട്? ചീങ്കണ്ണി ഉണ്ട്. ആറളം ചീങ്കണ്ണിപ്പുഴ, ആറളം ചീങ്കണ്ണിപ്പുഴ. ചിന്നാർ, ചിന്നാർ എന്താ ഉള്ളത്? ചിന്നാറിലെ പാമ്പാർ, ചിന്നാർ പാമ്പാർ, പാമ്പാർ, ചിന്നാർ പാമ്പാർ. ആറളം ചീങ്കണ്ണിപ്പുഴ. ചിമ്മിനി എന്ന് കേൾക്കുമ്പം കുറുക്കൻ. കുറുമാലിപ്പുഴയുടെ തീരം അല്ലെ? കുറുമാലിപ്പുഴ. അപ്പൊ കുറുമാലിയാണ് ചിമ്മിനി. ചിമ്മിനിക്കൂട് എന്ന് കേൾക്കുമ്പോൾ അതിൽ കുറുക്കൻ. ഇതൊരു ട്രിക്ക് പറഞ്ഞു, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോഡാക്കാം. അപ്പൊ കുറുമാലിപ്പുഴയുടെ എന്താണ്? ചിമ്മിനി വന്യജീവി സങ്കേതം. സെറ്റാണ്. ഇനി പീച്ചി, നമുക്ക് തൃശ്ശൂർ തന്നെയുള്ള മറ്റൊരു വന്യജീവി സങ്കേതം 1958. ഒരു ചോദ്യം ചോദിക്കട്ടെ. 1958 മറ്റൊരു വന്യജീവി സങ്കേതം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ആ ക്ലാസ് കണ്ടിട്ട് വേണം ഇത് കാണാൻ. ഏതായിരുന്നു വന്യജീവി സങ്കേതം? ഓർമ്മയുള്ള ഒരു കമന്റ് ചെയ്തേ. അപ്പൊ 1958 കേരളത്തിലെ രണ്ടാമത്തെ വന്യജീവി സങ്കേതമായിട്ട് തൃശ്ശൂർ എന്ത് വന്നു? പീച്ചി വാഴാനി എന്ന് പറയുന്ന വന്യജീവി സങ്കേതം. ഇത് തൃശ്ശൂരിലെ തലപ്പള്ളി താലൂക്കുകളാണ് സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂര്, തലപ്പള്ളി 2 താലൂക്കുകളായിട്ട് സ്ഥിതി ചെയ്യുന്ന പീച്ചി വാഴാനി ഓർത്തു വെച്ചേക്കണേ. ഓക്കെ, തൃശ്ശൂര് തലപ്പള്ളി താലൂക്കുകളിൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നു. പീച്ചി വാഴാനി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് മണലിപ്പുഴ. 2 പുഴകൾ മാറിപ്പോകും. ഇപ്പൊ മണൽ ഇങ്ങനെ വാഴ ഇങ്ങനെ പിച്ചിട്ടു ആലോചിച്ച് വെച്ചത് നിങ്ങളുടെ മനസ്സിൽ പീച്ചി വാഴാനി എന്ന് പറയുന്ന വന്യജീവി സങ്കേതം ഉണ്ട്. ആലോചിക്കുമ്പോൾ മണൽ വേണം കേട്ടോ. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇമാജിനേഷൻ കൊണ്ടുവരിക. തൃശ്ശൂർ 2 പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതം. ഒന്ന് നമ്മൾ ചിമ്മിനി പറഞ്ഞു. ചിമ്മിനി എന്ന് കേൾക്കുമ്പം കുറുക്കൻ ചിമ്മിനിക്കൂട് അല്ലെ? അവിടെ കണക്ഷൻ കിട്ടും. ഒരു വെറൈറ്റി ആയതുകൊണ്ട് അവനെ ഓർമ്മിക്കാൻ പറ്റും. പീച്ചി വാഴാനി എന്ന് പറയുമ്പോൾ മണൽ ഇങ്ങനെ പിച്ചി വാഴ. ഈ സാധാരണഗതിയിൽ നമ്മൾ വാഴ കൊലയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ ഉള്ളിലെ കാമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വാഴ ഇങ്ങനെ പിച്ചി അല്ലെ ഇങ്ങനെ ഇടാറുണ്ട്. അപ്പൊ നമ്മുടെ തൊട്ടടുത്തൊരു മണലുണ്ട്, അല്ലെങ്കിൽ ഒരു പുഴയുടെ തീരുണ്ട്. ഇപ്പൊ വാഴന്റെ മൊത്തം ഇങ്ങനെ വെട്ടി വാഴ ഇങ്ങനെ പിച്ചിട്ടിരിക്കുന്നു. മണലിപ്പുഴ. കുറുക്കൻ ചിമ്മിനി ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കുറുക്കൻ ചിമ്മിനിക്കൂടിലാണെങ്കിൽ മണൽ കംപ്ലീറ്റ് വാഴ പിച്ചി ഇട്ടിരിക്കുന്നു. സെറ്റാണോ? കിട്ടണം. നോക്കൂ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. PYQ 2022. പറമ്പിക്കുളം വന്യജീവി സങ്കേതം മലപ്പുറത്താണോ? ശരിയായ ജോഡിയാണ് നമുക്ക് വേണ്ടത്. അല്ല, പാലക്കാടാണ്. പീച്ചി വാഴാനി എവിടെയാണ്? കണ്ടോ, ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളൂ തൃശ്ശൂർ. എവിടെയാണ്? ശരിയല്ലേ? നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. ഞാൻ നേരത്തെ പറഞ്ഞ 1958 പീച്ചി വാഴാനി വന്യജീവി സങ്കേതം വന്ന വർഷം എന്ത് വന്നു? നെയ്യാർ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് ട്രിവാൻഡ്രത്ത്. അപ്പൊ ഇതും ശരിയാണ്. അപ്പൊ ശരിയായ ജോഡി 2, 3. ശരിയായ ജോഡി 2, 3. സെറ്റല്ലേ? കുറിഞ്ഞിമല എന്ന് കേൾക്കുമ്പോൾ 2006 ബൈഹാർട്ട് പഠിക്കണേ. കുറിഞ്ഞിമല എന്ന് കേൾക്കുമ്പം 2006ലാണ്. 2006ലാണ് കുറിഞ്ഞിമല. കുറിഞ്ഞി എന്ന് കേൾക്കുമ്പോൾ നേരത്തെ ശെന്തുരുണി, ഗ്രൂട്ട ട്രാവൻ കുറിക്ക. ശെന്തുരുണി ഒരു വൃക്ഷത്തിന്റെ പേരിലാണെങ്കിൽ ഇവിടെ കുറിഞ്ഞിപ്പൂക്കൾ. സ്ട്രോബിലാന്തസ് കുന്തിയാന പഠിച്ചു വെക്ക. പുഷ്പമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന. എന്താണ്? നീലക്കുറിഞ്ഞി എന്ന പുഷ്പത്തിന്റെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന. പഠിച്ചോ? ഏത് വർഷം? 2006. ഉറപ്പിച്ചു പഠിക്കണേ. 2006 ഇടുക്കി ജില്ലയിൽ കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. ഒരു പ്രത്യേക സസ്യവർഗത്തിന്റെ പേരിൽ സ്ഥാപിതമായ ഉദ്യാനം. വംശനാശ ഭീഷണി നേരിടുന്ന നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണ കേന്ദ്രമാണ്. എല്ലാവർക്കും അറിയാം. പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം
ഒരുപാട് രാജ്ഞിയും രാജാവും ഒക്കെ ഉണ്ട് പഠിക്കാൻ. പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ഏതാണ്? നീലക്കുറിഞ്ഞിയാണ്. മുരുകന്റെ ഇഷ്ട പുഷ്പം ഏതാണോ? നീലക്കുറിഞ്ഞിയല്ലേ? അത് PS ചോദിക്കില്ലെങ്കിലും പഠിച്ചു വെച്ചേക്കുക. പശ്ചിമഘട്ടത്തിലെ രാജ്ഞി പുഷ്പം എന്നറിയപ്പെടുന്നത് നീലക്കുറിഞ്ഞിയാണ്. എല്ലാ വർഷവും പൂക്കുന്ന നീലക്കുറിഞ്ഞി ഉണ്ട് കേട്ടോ, കരിങ്കുറിഞ്ഞി. ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ മുമ്പ് ഓഫ്ലൈനിൽ പിള്ളേർ ചോദിക്കായിരുന്നു, അതെങ്ങനെ കഴിഞ്ഞ കൊല്ലം ടൂർ പോയപ്പോൾ നീലക്കുറിഞ്ഞി ഉണ്ടല്ലോ, ഇക്കൊല്ലം ആരോ പോയപ്പോൾ കണ്ടു എന്ന് പറഞ്ഞല്ലോ മാഷെ, 12 കൊല്ലം കൂടുമ്പോൾ എങ്ങനെ ഉണ്ടാവുക? എടാ, ഒരു പുഷ്പം ഇന്ന് ഈ ഒരു വർഷം പൂത്തുന്ന് കരുതുക, അല്ലെങ്കിൽ അത് പൂവിട്ടോ. അപ്പോൾ ഇത് തന്നെ എല്ലാവരും അടുത്ത വർഷം വേറെ ആയിരിക്കുമല്ലോ, അത് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടാണ് 12 വർഷം. കൂടാതെ വർഷത്തിലും ഈ പറയുന്ന രൂപത്തില് പൂക്കുന്ന കുറിഞ്ഞി അവിടെയുണ്ട്. അതുകൊണ്ട് കരിങ്കുറിഞ്ഞി എന്ന് വിളിക്കും. അപ്പൊ നീലക്കുറിഞ്ഞി 12 വർഷത്തിലൊരിക്കലാണ് ഈ പറയുന്ന പുഷ്പം ട്ടോ. 12 വർഷത്തിലൊരിക്കലാണ് ഇത് പൂക്കുന്നത്. നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയതും 2006-ലാണ്. അപ്പൊ നീലക്കുറിഞ്ഞി അല്ലെങ്കിൽ കുറിഞ്ഞിമല വരുന്നു 2006-ൽ. നീലക്കുറിഞ്ഞിയുമായി ബന്ധപ്പെട്ട തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2006-ലാണ്. ഓക്കെ ആണോ? പേപ്പാറ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ വന്യജീവി സങ്കേതം. ഇതാ, നമുക്ക് പേപ്പാറ വന്യജീവി സങ്കേതത്തിലേക്ക് പോകാം. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാർ നമ്മൾ പഠിച്ചു, അതോടൊപ്പം ചേർത്ത് പഠിക്കുക പേപ്പാറ. 83 വർഷം കൃത്യമായി പഠിക്കാം. 1973-ലാണ് പറമ്പിക്കുളവും വയനാടും. വർഷം ഓർക്കണേ, 83-ലേക്ക് പേപ്പാറ. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ. ദക്ഷിണ കേരളത്തിലെ തേക്കടി എന്നറിയപ്പെടുന്നു. ചോദ്യം ചോദിച്ചാൽ തെറ്റിക്കരുത്. ദക്ഷിണ കേരളത്തിലെ തേക്കടി എന്ന് കേട്ടാൽ പെരിയാറല്ലേ? ഇപ്പൊ പെരിയാറിന്റെ പേരുള്ളതുകൊണ്ട് പേപ്പാറ. നെയ്യാറല്ല, പേപ്പാറയാണ് ദക്ഷിണ കേരളത്തിലെ തേക്കടി. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലാണ്. എവിടെയാണ്? നെടുമങ്ങാട് താലൂക്കിലാണ് പേപ്പാറ വരുന്നത്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ വന്യജീവി സങ്കേതമാണ്. പേപ്പാറ വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന് നിൽക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം. നോക്കൂ, ഇടുക്കിയിൽ നമ്മൾ നേരത്തെ ചിന്നാർ പഠിച്ചു. ആ ചിന്നാർ മഴനീർ പ്രദേശമാണ്, അതിനോട് ചേർന്ന് നിൽക്കുന്നു. ചിഹ്നം വിളിക്കുക, ആനമല. ഓർമ്മയില്ല ആനമല? അതുപോലെ നിങ്ങളോട് ചോദിക്കുമ്പോൾ തെറ്റിക്കും. പേപ്പാറ തിരുവനന്തപുരം അല്ലെങ്കിൽ അഗസ്ത്യമലയുടെ ആ ഒരു മേഖലയിലാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് നോക്കൂ, കലക്കാട് മുണ്ടൻതുറൈ വന്യജീവി സങ്കേതം. ഇതാ, കലക്കാട് മുണ്ടൻതുറൈ. നോക്കൂ, പേപ്പർ നമ്മൾ ഇട്ടിട്ട് സ്ഥലത്ത് ഇരിക്കാറുണ്ട് അല്ലെ? ഒരു ഗാനമേള അല്ലെങ്കിൽ എന്തൊരു പരിപാടിയൊക്കെ നടക്കുമ്പോൾ, സ്റ്റേജ് പരിപാടി നടക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ പേപ്പർ എടുക്കും തറയിലിടാൻ, മുണ്ടിൽ അയക്കാവാതിരിക്കും. അപ്പൊ മുണ്ടുമായി തറയിലിരിക്കണമെങ്കിൽ പേപ്പർ കൊണ്ടുപോകണം ആലോചിക്കുക. അപ്പൊ ഒരു കോഡാണ്, മുണ്ടെടുത്തുകൊണ്ട് തറയിലിരിക്കാൻ പോകുമ്പോൾ പേപ്പർ വേണം. അപ്പൊ പേപ്പാറ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് വേണം? മുണ്ടെടുത്ത് തറയിലിരിക്കുകയാണെങ്കിൽ പേപ്പർ വേണം. പേപ്പാറ എന്ന് കേൾക്കുമ്പോൾ തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം മുണ്ടൻതുറൈ വന്യജീവി സങ്കേതം. വർഷം 83. ദക്ഷിണ കേരളത്തിലെ തേക്കടി എന്നറിയപ്പെടുന്നു. ഇനി നമുക്ക് മലബാറിലേക്ക് പോകാം. കുറച്ചു നേരമായില്ലേ തെക്കുന്ന് കളിക്കുന്നു. കക്കയം എന്ന് വെച്ചാൽ വയനാട്. നിങ്ങൾക്കറിയാം, വയനാട് ജില്ലയിലാണ്. മലബാർ വന്യജീവി സങ്കേതം യഥാർത്ഥത്തിലെ കോഴിക്കോടിന്റെ മേഖലയിലും വയനാടോട് ചേർന്ന് നിൽക്കുന്ന മേഖലയൊക്കെയാണ്. 2 ഏരിയ ഉണ്ട് അവിടെ. പ്രധാനമായിട്ടും കക്കയം, പെരുവണ്ണാമൊഴി എന്ന് പറയുന്ന പ്രദേശങ്ങളൊക്കെയാണ് കോഴിക്കോട് ജില്ല. ഇതാണ് മലബാർ വന്യജീവി സങ്കേതം. വർഷം 2010-ലാണ് മലബാർ വന്യജീവി സങ്കേതം. മറ്റൊരു പേര് കക്കയം. നമ്മൾ തേക്കടി, പെരിയാർ എന്ന് പറയുന്ന പോലെ കക്കയം വന്യജീവി സങ്കേതം എന്ന് പറയാം, മലബാർ വന്യജീവി സങ്കേതം പറയാം. ആ വന്യജീവി സങ്കേതമാണ് എന്റെ പിറകിൽ കാണുന്നത്. ഈ നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല, നോം തന്നെയാണ്. അപ്പൊ നോം ഊഞ്ഞാലാടുന്ന് നോക്കണ്ട, അവിടെ മനോഹരമായ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടൊക്കെ ഉണ്ട് അല്ലെ? അവിടെ എന്റെ വീടിന് തൊട്ടടുത്താണ്. കോഴിക്കോട് ജില്ലക്കാരുണ്ടെങ്കിൽ പോയിട്ടുണ്ടാകും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു സ്ഥലമാണ് കക്കയം. അപ്പൊ ഈ കക്കയം വന്നത് 2010-ലാണ്. ഇനി കക്കയൊക്കെ വരുമ്പോൾ ദൂരെയുള്ളവരൊക്കെ ജോലിയൊക്കെ കിട്ടിയിട്ട് വിളിക്കട്ടോ, തീർച്ചയായിട്ടും നമുക്ക് നേരിട്ട് കാണാം. ഇപ്പൊ 2010-ലാണ് കക്കയം വരുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഞങ്ങള് പഠിപ്പിസ്റ്റുകളാണ്. ഞങ്ങൾ ഈ കക്കയം മലബാർ വന്യജീവി സങ്കേതത്തിൽ വന്നാൽ തവളകൾ വരെ അവിടെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ PSC പഠിക്കുന്ന എന്നെ നിങ്ങൾ ആലോചിക്കുക, ഞങ്ങളുടെ കോഴിക്കോട് കക്കയം അല്ലെങ്കിൽ മലബാർ വന്യജീവി സങ്കേതത്തിൽ റീഡ് തവളകളുണ്ട് അല്ലെ? തവളയുടെ സൗണ്ട് ഇപ്പം ഉണ്ടാക്കി എനിക്ക് ഒന്നാമത് തൊണ്ടയ്ക്ക് ഇൻഫെക്ഷനായി 1 മാസത്തോളായി പ്രശ്നമാണ്. സൗണ്ട് ഒന്നും യഥാർത്ഥ സൗണ്ട് അല്ല ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിന്റെ തവളയുടെ സൗണ്ട് ഉണ്ടാക്കുന്നില്ല. റീഡ് തവളകൾ കാണപ്പെടുന്നു. മലബാറിന്റെ ഊട്ടി, തെക്കൻ കേരളത്തിന്റെ തേക്കടി എന്നറിയപ്പെടുന്നത് പേപ്പാറയാണെങ്കിൽ നോക്കൂ, മലബാറിന്റെ ഊട്ടി, മനോഹരമായ ഒരു ക്ലൈമറ്റ് ഒക്കെ ഉണ്ട് അവിടെ. ഈ പറഞ്ഞ കക്കയം. ഓക്കെ, കക്കയം മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന വില്ലേജുകൾ ചോദിച്ചാൽ കൂരാച്ചുണ്ട്, ചക്കിട്ടപ്പാറ. ഈ ഉൾപ്പെടുന്ന കക്കയം അല്ലെങ്കിൽ പെരുവണ്ണാമൊഴി മേഖലയിലാണ് 2 പ്രധാനപ്പെട്ട വില്ലേജുകൾ ഉള്ളത്. കൂരാച്ചുണ്ട് വില്ലേജ്, ചക്കിട്ടപ്പാറ വില്ലേജ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടോ. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതവും ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം, ഏറ്റവും വലുത് പെരിയാർ പറഞ്ഞു.
അങ്ങനെയാണെങ്കിൽ കൊച്ചിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്ന മംഗളവനം, കൊച്ചിയുടെ ശ്വാസകോശം കേരള ഹൈക്കോടതിയുടെ തൊട്ടടുത്തുള്ള മംഗളവനം 2004 മംഗളവനം, കുറിഞ്ഞിമല നമ്മൾ പറഞ്ഞു 2006, മലബാർ അഥവാ കക്കയം 2010. മറക്കരുത്, ഇത് മംഗളവനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം, ചെറുത് മംഗളവനം, ചെറിയ വന്യജീവി സങ്കേതം മംഗളവനം. ഓക്കെ, മയിലുകളുടെ സംരക്ഷണത്തിനായി നിലവിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് ഏത്? ചൂലന്നൂർ അഥവാ ചൂളന്നൂർ എന്നൊക്കെ വിളിക്കാം. 2007 വർഷം പഠിക്കണം. 2007 പാലക്കാട് ജില്ലയിൽ മയിലുകളുടെ സംരക്ഷണത്തിനായി വന്ന വന്യജീവി സങ്കേതമാണ്, പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ. ഇനി മറ്റൊരു വന്യജീവി സങ്കേതം കൊട്ടിയൂരാണ്. കൊട്ടിയൂര് ഉത്സവത്തിന് അല്ലെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാവും പലരും. അവിടെ ഒരു വന്യജീവി സങ്കേതമുണ്ട്, ബാവലിപ്പുഴ. കൊട്ടിയൂർ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നതല്ലേ. ഇപ്പൊ കൊട്ടിയൂർ എന്ന് പറയുന്ന മനോഹരമായ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ പോയവരും അല്ലെങ്കിൽ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ PYQ നോക്കുന്നവർക്കറിയാം, കൊട്ടിയൂർ അമ്പലത്തിന് ഒരു വിശേഷണമുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാം? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഈ പറയുന്ന കേരളത്തിലെ ഒരു വിശേഷണം കൊട്ടിയൂർ അമ്പലത്തിനുണ്ട്, അറിയുന്നവർ കമന്റ് ചെയ്തേ. അപ്പൊ ഈ കൊട്ടിയൂർ വന്യജീവി സങ്കേതം 2011 കണ്ണൂർ ജില്ലയിലാണ്. കൊട്ടിയൂര് കണ്ണൂർ ജില്ലയിലാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം 2011. മംഗളവനം എറണാകുളം 2004, ചൂലന്നൂർ പാലക്കാട് 2007. കേരളത്തിൽ അവസാനമായി രൂപീകരിച്ച വന്യജീവി സങ്കേതം ഇതൊന്നുമല്ല. കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കറിയാം. ഓപ്ഷൻ ഏതാടാ? കരിമ്പുഴ അല്ലെ. 2019 പ്രഖ്യാപിച്ച് 2020 നിലവിൽ വന്നു കരിമ്പുഴ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ വന്യജീവി സങ്കേതങ്ങൾ ഇതൊക്കെയാണ്. ഇതിനകത്ത് 17 എണ്ണം നമ്മൾ ഇവിടെ ഞാൻ തരാം. ഇവിടെ ഇല്ലാത്തൊന്നുകൂടി ഉണ്ട്, അത് തട്ടേക്കാടാണ്. അത് തട്ടേക്കാട്, അത് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ കണ്ടത്. തട്ടേക്കാട് 1983. മറ്റൊരു വന്യജീവി സങ്കേതമുണ്ട്, അത് ഇടുക്കിയാണ്. അപ്പൊ ഇടുക്കി സാധാരണ PSC പരീക്ഷയിൽ അങ്ങനെ കടന്നു വരാറില്ല ചോദ്യം, കാരണം നമ്മൾ പെരിയാർ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുന്നവർ. പക്ഷേ ഇടുക്കിയുടെ വർഷം നിങ്ങൾ കമന്റ് ചെയ്യണം. ബാക്കി എല്ലാം ഞാനിപ്പോ പറയാൻ പോവാണ്. നോക്കൂ, ഒന്നാമത്തതായിട്ട് നമ്മൾ പെരിയാർ 1950 നമ്മൾ പഠിച്ചു. 2 നെയ്യാർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പീച്ചി വാഴാനി നമ്മൾ പഠിച്ചു 1958. പറമ്പിക്കുളം നമ്മൾ പഠിച്ചു 1973. വയനാട് നമ്മൾ പഠിച്ചു 1973. പേപ്പാറ നമ്മൾ പഠിച്ചു. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ 983. ഇതാ തട്ടേക്കാട് നമ്മൾ പഠിച്ചു 983. ചിമ്മിനി, ചിന്നാറ്, ആറളം, ശെന്തുരുണി. ചിമ്മിനി, ചിന്നാറ്, ആറളം, ശെന്തുരുണി അല്ലേ. നോക്കൂ, അതും നമ്മൾ പഠിച്ചു. 84 ഈ പറഞ്ഞ ചിമ്മിനി. ആറളം 84, ചിന്നാറ് 84, ശെന്തുരുണി 84. മംഗളവനം ഇപ്പൊ പറഞ്ഞു 2004. കുറിഞ്ഞിമല 2006, ചൂലന്നൂർ 2007, കക്കയം അഥവാ മലബാർ 2010. കൊട്ടിയൂർ വന്യജീവി സങ്കേതം 2011. കരിമ്പുഴ വന്യജീവി സങ്കേതം 2019. ഇടുക്കി വന്യജീവി സങ്കേതം ഏത് വർഷം നിങ്ങൾ കമന്റ് ചെയ്യും. ഇതിനകത്ത് 18ാമത് വന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? അത് കരിമ്പുഴ കേട്ടോ. 18ാമത് വന്നത് ഏതാണ്? കരിമ്പുഴ. ഞാൻ എഴുതിയ നോക്കണ്ട, കാരണം ഇതിന്റെ വർഷം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഞാൻ എഴുതിയ കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ ഈ 18 വിട്ടേക്ക്. ഇടുക്കി നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, ഒരു 3 ചോദ്യം നിങ്ങൾക്ക് തരികയാണ്. PYQ ആണ്. മക്കളെ വായിച്ചു നോക്കുക. പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? മുമ്പത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്. 2ാമത്തെ ചോദ്യം, ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. 3ാമത്തെ ചോദ്യം, നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ 3 എണ്ണം, 1, 2, 3 ഇത്രയും നേരം ക്ലാസ് കണ്ട് 2 വന്യജീവി സങ്കേതങ്ങളുടെ ക്ലാസ് കണ്ട് ആ ഒരു ടോപ്പിക്ക് സെറ്റ് ആണെന്ന് തോന്നുന്നവർ, ഇഷ്ടപ്പെട്ടവർ മാത്രം അഭിപ്രായവും കമന്റും ചെയ്യുക. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് തൊട്ടടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.